പ്രിയ വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് ഫംഗ്ഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. എന്താണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഇമാജിൻ ദാറ്റ് യു നീഡ് സം ക്യാഷ് അർജൻ്റ്ലി ആൻഡ് അപ്രോച്ച് എ ബാങ്ക് ഫോർ എ ലോൺ ഓഫ് ₹2 lakh. The bank provides the loan for 3 years with a fixed rate of interest at 10% per annum. അപ്പോൾ നിങ്ങൾക്ക് പണം അത്യാവശ്യമായിട്ട് വന്നു, 2 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. നിങ്ങളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. ആ ബാങ്ക് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. 3 വർഷക്കാലം കൊണ്ടാണ് ആ ലോൺ എമൗണ്ട് തിരിച്ചടക്കേണ്ടത്. അതിനവർ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% per annum ആണ്. ഈ സാഹചര്യത്തിൽ നമുക്കറിയേണ്ടത് ഹൗ മച്ച് ഡു യു ഹാവ് ടു പേ ബാക്ക് പെർ മന്ത്. ഇത്രയും കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഓരോ മാസവും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് തിരിച്ചടക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, സപ്പോസ് ഇഫ് ദ ബാങ്ക് എൻഹാൻസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു 12%, വാട്ട് ഇൻക്രീസ് വിൽ ഹാവ് ടു ബി മെയ്ഡ് ഇൻ ദ EMI. ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ബാങ്ക് 12% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇത്തരത്തിലുള്ള കുറേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ വളരെ സിമ്പിളായിട്ട് ഇതിനൊക്കെയുള്ള ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. Calc offers lot of financial functions to deal with such situations easily. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന, സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കാൽക്ക് അത്തരത്തിലുള്ള കുറേയധികം ഫിനാൻഷ്യൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 7 ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് ഈ വർഷം പഠിക്കുന്നത്. ഒന്ന് അക്രിൻഡ്, ദെൻ റേറ്റ്, CUM, IPMT, PV, PMT, FV ആൻഡ് NPV. ഇങ്ങനെ 7 ഫങ്ഷൻസ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതിൽ ആദ്യത്തെ 2 ഫങ്ഷൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം അക്രിൻഡ്. അക്രിൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതൊന്ന് നോക്കാം. മിസ്റ്റർ അനൂപ് ഈസ് ഹോൾഡിംഗ് 10% debentures of Hi-Tech Limited worth ₹1 lakh issued on 1st April 2016. അപ്പോൾ അനൂപ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ 10% ഇൻട്രസ്റ്റ് റേറ്റുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഏത് കമ്പനിയുടെയാണ്? ഹൈടെക് കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് ആണത്. 1 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, മുഖവില. ദെൻ അത് അയാൾ പർച്ചേസ് ചെയ്തത് ഏപ്രിൽ 1-ാം തീയതിയാണ്. 2016 ഏപ്രിൽ 1-ാം തീയതിയാണ് അനൂപ് ഈ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദ ഇൻട്രസ്റ്റ് ഡ്യൂ എവറി ഹാഫ് ഇയർ ആൻഡ് ദ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ 30th September 2016. ഈ ഡിബഞ്ചർ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷനിൽ പറയുന്നത് ഓരോ 6 മാസം കൂടുന്ന സമയത്തും എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലിയാണ് ഇൻട്രസ്റ്റ് കമ്പനി അനൂപിന് കൊടുക്കേണ്ടത്. അങ്ങനെ ആദ്യത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റ് 30/9/2016 ആണ്. 1/4/2016 ആ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ 6 മാസം കഴിയുക എന്ന് പറയുമ്പോൾ 30/9/2016 ആകുമ്പോൾ 6 മാസം തികയും. അന്നാണ് അതിൻ്റെ ആദ്യത്തെ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. അനൂപ് സോൾഡ് ദിസ് ഡിബഞ്ചേഴ്സ് ടു മിസ്റ്റർ ഷെഫീഖ് ഓൺ 1st July 2016. അങ്ങനെ അനൂപ് അത് കൂടുതൽ കാലം കൈവശം വെക്കുന്നില്ല. ജൂലൈ 1-ാം തീയതി 1 ലക്ഷം രൂപ മുഖവിലയുള്ള ഈ ഡിബഞ്ചേഴ്സ് ഷെഫീഖ് എന്ന് പറയുന്ന അയാളുടെ സുഹൃത്തിന് വിൽക്കുകയാണ്. ഹൈടെക് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഓരോ 6 മാസം കഴിയുമ്പോഴാണ്. അപ്പോൾ അനൂപിന് ആദ്യത്തെ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ സെപ്റ്റംബർ 30 ആകുന്നതിന് മുമ്പ് തന്നെ അനൂപ് ആ ഡിബഞ്ചർ ആർക്ക് കൈമാറ്റം ചെയ്യാണ്? ഷെഫീഖിന് കൈമാറ്റം ചെയ്യാണ്. എന്നാണ് കൈമാറ്റം ചെയ്യുന്നത്? ജൂലൈ 1-ാം തീയതിയാണ്. അങ്ങനെ ജൂലൈ 1-ാം തീയതി ഷെഫീഖിന് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കൈമാറുന്ന സമയത്ത് എത്ര രൂപയാണ് അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് വാങ്ങേണ്ടത്? അപ്പോൾ 1 ലക്ഷം രൂപ മാത്രം കിട്ടിയാൽ പോരാ. എന്താണ് കാരണം? ഏപ്രിൽ 1 മുതൽ ജൂലൈ 1 വരെയുള്ള 3 മാസത്തേക്ക്, ഏപ്രിൽ, മെയ്,
ജൂൺ. 3 മാസത്തെ ഇൻട്രസ്റ്റ് കൂടി ആർക്ക് കിട്ടാനുണ്ട്? അനൂപിന് കിട്ടാനുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത് അതല്ലെങ്കിൽ ആ അക്രൂഡ് ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിലയാണ് ഈ ഡിബഞ്ചറിന്റെ വിലയായിട്ട് ആര് പറയേണ്ടത്? അനൂപ് ഷെഫീഖിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അക്രൂഡ് യൂസിങ് അക്രിൻഡ് ഫംഗ്ഷൻ. ഈ അക്രിൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അനൂപിന് 3 മാസത്തെ ഇൻട്രസ്റ്റ് ആ കമ്പനിയിൽ നിന്ന് കിട്ടാനുണ്ട്. ആ 3 മാസത്തെ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ കിട്ടാനുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 1,00,000 രൂപയും കൂട്ടി ആ ടോട്ടൽ എമൗണ്ട് ആണ് ഷെഫീഖിന്റെ കയ്യിൽ നിന്ന് അനൂപ് ആവശ്യപ്പെടേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് അക്രിൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. അക്രിൻഡ് ഈസ് ദ അബ്രീവിയേഷൻ യൂസ്ഡ് ഫോർ അക്രൂഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ അക്രൂഡ് ഇൻട്രസ്റ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു അബ്രീവിയേഷനാണ് അക്രിൻഡ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഓർ പെയ്ഡ്. എന്താണ് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കമ്പനീസ് മേ പേ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ് പീരിയോഡിക്കലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി. If the holder of a security sells it before the next interest due date, the buyer has to pay its market value plus interest earned up to the settlement date. ഇപ്പോൾ സാധാരണയായിട്ട് കമ്പനികൾ ഡിബഞ്ചറിൻ്റെയും ബോണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇയർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം. അപ്പോൾ ഇങ്ങനെ പല ഡേറ്റുകളിലായിട്ടാണ് ഇൻട്രസ്റ്റ് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുമ്പ്, പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, അടുത്ത ഇൻട്രസ്റ്റ് ഡേറ്റ് ആവുന്നതിൻ്റെ ഇടയിൽ ഈ ഡിബഞ്ചർ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ആ ഡിബഞ്ചറിൻ്റെ വില കണക്കാക്കുന്നതിന് വേണ്ടി എന്ത് കണ്ടെത്തേണ്ടി വരും? അക്രൂഡ് ഇൻട്രസ്റ്റ്. കഴിഞ്ഞ ഇൻട്രസ്റ്റ് ഡേറ്റ് മുതൽ സെറ്റിൽമെൻറ്റ് മീൻസ് ആ കൈമാറ്റം ചെയ്യുന്ന ആ ഡിബഞ്ചർ കൈമാറ്റം ചെയ്യുന്ന ഡേറ്റിനെയാണ് സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് അക്രൂഡ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് അക്രിൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്ന് നോക്കാം. ഇസ് ഈക്വൽ ടു അക്രിൻഡ്. ദെൻ കുറേ അധികം ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആർഗ്യുമെന്റ് ആണ് ഇഷ്യൂ. എന്താണ് ഇഷ്യൂ? ദ ഡേറ്റ് ഓൺ വിച്ച് ദ സെക്യൂരിറ്റീസ് വാസ് ഇഷ്യൂഡ്. എന്നാണ് ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ആ ഡേറ്റ് ആണ് നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ്, ദ ഡേറ്റ് ദാറ്റ് ദ ഫസ്റ്റ് ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ്. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ സെറ്റിൽമെന്റ് ഡേറ്റ്, ഡേറ്റ് ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി. അനൂപ് ഷെഫീഖിന് കൊടുത്ത ഒരു ഡേറ്റ് ഉണ്ട് അല്ലേ, 1/7/2016. ആ സെറ്റിൽമെന്റ് ഡേറ്റ് ആണ് മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. അതിനുശേഷം പാർ വാല്യൂ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മുഖവില, നമ്മൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഡിബഞ്ചർ അതല്ലെങ്കിൽ ബോണ്ടിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്. ദെൻ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് പെർ ഇയർ. ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇയർലി ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി 1 ആണ്, ഹാഫ് ഇയർലി ആണെങ്കിൽ ഫ്രീക്വൻസി 2 ആണ്, ദെൻ ക്വാർട്ടർലി ആണെങ്കിൽ ഫ്രീക്വൻസി 4 ആണ്. ആ രീതിയിലാണ് ഫ്രീക്വൻസി നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. ദെൻ ബേസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടൈപ്പ് ഓഫ് ഡേ കൗണ്ട്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്രിൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്രിൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ മാസങ്ങളിലും എത്ര ദിവസങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ബേസിസ് എന്ന് പറയുന്ന ആ ആർഗ്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓപ്ഷണലാണ്, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ദെൻ ബേസിസ് ആയിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് ആണുള്ളത്. 0 ആണ് നമ്മൾ ബേസിസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് അത് US മെത്തേഡാണ്. ഒരു മാസത്തിൽ 30 ദിവസം എന്നുള്ള രീതിയിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സാക്ട് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത്സ്, എക്സാക്ട് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഇയർ. അപ്പോൾ ഓരോ മാസത്തിലും യഥാർത്ഥത്തിലുള്ള ഡേയ്സ് എത്ര ഉണ്ടോ അത്രയും ഡേയ്സിനുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ. 2 ആണെങ്കിൽ എക്സാക്ട് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത്. ഇയർ ഹാസ് 360 ഡേയ്സ്.
അപ്പോൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ മാസത്തെയും കൃത്യമായ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും. പക്ഷേ ടോട്ടൽ ഡേയ്സ് എടുക്കുന്നത് 360 ആണ്. ദെൻ 3 ആണെങ്കിൽ എക്സാക്ട് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത്, ഇയർ ഹാസ് 365 ഡേയ്സ്. ഓരോ മാസവും കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ ഡേയ്സ് ആയിട്ട് എടുക്കുന്നത് ഒരു വർഷത്തിൽ 365 ദിവസമാണ്. അതുപോലെ ബേസിസ് ആയിട്ട് നമുക്ക് 4 കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് യൂറോപ്യൻ മെത്തേഡാണ്. ഒരു മാസത്തിൽ 30 ദിവസം എന്നുള്ള രീതിയിലാണ് അവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ എക്സാമ്പിളിലെ അക്രൂഡ് ഇൻട്രസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ എക്സാമ്പിളാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. താഴെ അക്രിൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ ആർഗ്യുമെൻറ്റ്സും നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിയിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇഷ്യൂ ഡേറ്റ് ആണ്. ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത ഡേറ്റ് എത്രയാണ്? 1/4/2016. 1/4/2016 ഇഷ്യൂ ഡേറ്റ്. ദെൻ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് എന്നാണ് പറയുന്നുണ്ട് 30/9/2016. ദെൻ സെറ്റിൽമെൻറ്റ് ഡേറ്റ് 1/7/2016. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ദെൻ പാർ വാല്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖവിലയാണ് 1,00,000. ദെൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ഹാഫ് ഇയർലി ആണ്. ഫ്രീക്വൻസി നമ്മൾ എത്ര കൊടുക്കണം? 2 എന്ന് കൊടുക്കണം. ബേസിസ് ഓപ്ഷണലാണ്. നമുക്കതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. 1/4/2016 ഡബിൾ കോട്ട്സിൽ കൊടുത്തു, കോമ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് കൊടുത്തു, എഗെയിൻ കോമ. ദെൻ സെറ്റിൽമെൻറ്റ് ഡേറ്റ് കൊടുത്തു, എഗെയിൻ കോമ. ഇൻട്രസ്റ്റ് റേറ്റ്, കോമ. ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ, കോമ. ദെൻ ഫ്രീക്വൻസി, കോമ. ദെൻ ബേസിസ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇത് കൃത്യമായി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 മാസത്തെ ഇൻട്രസ്റ്റ് എത്രയാണ് അക്രൂഡ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രാക്ടിക്കലായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കാം. അക്രൂഡ് ഇൻട്രസ്റ്റ് നമുക്ക് 2 രീതിയിൽ കണ്ടെത്താൻ കഴിയും. ഇതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള, നമ്മൾ നേരത്തെ കണ്ട അതേ ഫങ്ഷൻ, അതേ ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ എൻട്രി ചെയ്തിട്ടുള്ളത്. അക്രിൻഡ് 1/4/2016, കോമ. 30/9/2016, കോമ. ദെൻ സെറ്റിൽമെൻറ്റ് ഡേറ്റ്, റേറ്റ്, പാർ വാല്യൂ, ഫ്രീക്വൻസി, ബേസിസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 2500 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 2500 രൂപയാണ് അക്രൂഡ് ഇൻട്രസ്റ്റ്. 1,00,000 വിലയുള്ള സെക്യൂരിറ്റിയാണ്. അത് അനൂപ് ഷെഫീഖിന് കൊടുക്കുന്ന സമയത്ത് എത്ര രൂപ വാങ്ങണം? 1,02,500 രൂപ അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് വാങ്ങണം. ദെൻ ഇത് തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡിൽ കൂടി ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത്, ആവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? കാൽക്കിൻ്റെ വിവിധ സെല്ലുകളിലായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്. ഇഷ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ്, സെറ്റിൽമെൻറ്റ് ഡേറ്റ്, റേറ്റ്, പാർ വാല്യൂ, ഫ്രീക്വൻസി, ബേസിസ് ഇതെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്യാണ്. അക്രിൻഡ് വിത്തിൻ ബ്രാക്കറ്റ്, ആദ്യം കൊടുക്കേണ്ടത് ഇഷ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ ഇഷ്യൂ ഡേറ്റ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള സെൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ. ദെൻ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ്, കോമ. സെറ്റിൽമെൻറ്റ് ഡേറ്റ്, കോമ. റേറ്റ്, കോമ. പാർ വാല്യൂ, കോമ. ഫ്രീക്വൻസി, കോമ. ബേസിസ്. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ വരുന്നുണ്ട്? 2500 തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അക്രിൻഡ് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് നേരിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കേണ്ട ഡാറ്റ നമ്മൾ വിവിധ സെല്ലുകളിലായിട്ട് എൻട്രി ചെയ്ത് ആ സെൽ റെഫറൻസുകൾ നമുക്ക് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് റേറ്റ്. റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിളാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സുകന്യ ട്രേഡേഴ്സ് ടുക്ക് എ ലോൺ ഓഫ് ₹5 lakh ഫ്രം കാനറ ബാങ്ക് for a period of 5 years and agreed to repay ₹11,500 at the end of each month. Calculate the rate of interest using rate function. Also calculate annual interest. സുകന്യ ട്രേഡേഴ്സ്
5 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ദെൻ 5 വർഷത്തേക്കാണ് ലോണ്. ഓരോ മാസവും അവസാനിക്കുന്ന സമയത്ത് 11,500 രൂപ വീതം ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടക്കണം. അപ്പോൾ ആകെ ലോൺ എമൗണ്ട് 5 ലക്ഷമാണ്. ദെൻ 5 വർഷം കൊണ്ടാണ് തിരിച്ചടക്കേണ്ടത്. എല്ലാ മാസവും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. അവസാനത്തെ ദിവസമാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ എന്താണ് കണ്ടെത്തേണ്ടത്? കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് റേറ്റ്. അപ്പോൾ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. It helps us to calculate the rate of interest on loan taken from bank or the rate of return on investment over a given period of time. റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റുകളായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. സിൻടാക്സ് നോക്കാം. ഇസ് ഈക്വൽ ടു റേറ്റ് NPER, PMT, PV, FV, ടൈപ്പ്, ഗസ്. ഇതിൽ ഓരോ ആർഗ്യുമെൻറ്റ്സും എന്താണെന്ന് പരിശോധിക്കാം. ആദ്യം NPER നമ്പർ ഓഫ് പീരിയഡ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരിയഡ്. നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര മാസം കൊണ്ടാണ് നമ്മൾ തിരിച്ചടക്കുന്നത്, അത്രയും പീരിയഡുകൾ, അത്രയും ഇൻസ്റ്റാൾമെൻറ്റുകളെയാണ് ഇവിടെ NPER എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 PMT ഫിക്സഡ് എമൗണ്ട് പെയ്ഡ് ഇൻ ഈച്ച് പീരിയഡ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? അത് അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ട് അത് നമ്മൾ മൈനസ് ഫിഗറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ദെൻ PV പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുത്ത എമൗണ്ട് ആണ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ദെൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 0 ആണ് വരുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചർ വാല്യൂ ഓപ്ഷണലാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ലോൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ ലോൺ തിരിച്ചടച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ 0 ആണ് വരുന്നത്. ദെൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മെച്യൂരിറ്റി ഡേറ്റിൽ വരുന്ന എമൗണ്ട് ആണ് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് പരിഗണിക്കേണ്ടത്. അത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. ദെൻ ടൈപ്പ്, അതും ഓപ്ഷണലാണ്. ടൈപ്പ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് 2 ഇൻപുട്ടുകളാണ് കൊടുക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ 0 അതല്ലെങ്കിൽ 1. 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസ് 0 വെൻ പേയ്മെൻറ്റ് അറ്റ് ദ എൻഡ്. നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത് എല്ലാ മാസവും അവസാനത്തെ ദിവസമാണെങ്കിൽ ടൈപ്പായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ 0 ആണ്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത് എല്ലാ മാസവും 1-ാം തീയതി ആണെങ്കിൽ, ഫസ്റ്റ് ഡേ ആണെങ്കിൽ അവിടെ ടൈപ്പായിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടത് 1 എന്നാണ്. ദെൻ ഗസ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റും ഓപ്ഷണലാണ്. എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ ഇൻട്രസ്റ്റ് ആണ്. ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് അവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇതിൽ അവസാനത്തെ 3 ആർഗ്യുമെൻറ്റ്സ് എന്താണ്? ഓപ്ഷണലാണ്. പക്ഷെ ഓപ്ഷണൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവസാനത്തെ 3ഉം ഓപ്ഷണലാണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഒഴിവാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ ഗസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതേസമയം ടൈപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഗസ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റും ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ ഗസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഏത് ഒഴിവാക്കാൻ കഴിയില്ല? ടൈപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഒഴിവാക്കാൻ കഴിയില്ല. ദെൻ FV എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഇതിനോട് കൂടെ ടൈപ്പും ഗസ്സും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ടൈപ്പും ഗസ്സും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഏത് ആർഗ്യുമെൻ്റ് ഒഴിവാക്കാൻ കഴിയുന്നുള്ളൂ? FV എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഒഴിവാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ ഡിസ്കസ് ചെയ്ത ആ എക്സാമ്പിളിലുള്ള റേറ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മുകളിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, താഴെ അതിൻ്റെ സിൻടാക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് പീരിയഡ്സ് ആണ് ആദ്യം. നമ്പർ ഓഫ് പീരിയഡ്സ് കൊടുക്കേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റുകളുടെ നമ്പറാണ്. അപ്പോൾ 5 വർഷം കൊണ്ടാണ് നമ്മൾ റീപേ ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 12 ഇൻസ്റ്റാൾമെൻറ്റ് വരും. അപ്പോൾ NPER എന്നുള്ളത് എത്ര വരും? 60 ആണ് വരുന്നത്. ദെൻ
PMT. PMT എന്ന് പറയുമ്പോൾ ഓരോ മാസവും നമ്മൾ എത്ര രൂപയാണ് റീപേ ചെയ്യുന്നത്, അത് മൈനസ് ഫിഗറിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 11,500 ആണ്. അതുകൊണ്ട് ഇൻപുട്ട് ചെയ്യേണ്ടത് എത്രയാണ്? -11,500. ദെൻ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 lakh ആണ്. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ തിരിച്ചടച്ച് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് ഫ്യൂച്ചർ വാല്യൂ 0 ആണ് കൊടുക്കേണ്ടത്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 0 ആണ് ടൈപ്പായിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഗസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഇതൊന്ന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ അടങ്ങിയിട്ടുള്ള ഡാറ്റ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ കൊടുത്തിട്ടുള്ളത് NPER ആണ്, 60 ആണ് വരുന്നത്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് -11,500, പ്രസൻറ്റ് വാല്യൂ 5 lakh, ഫ്യൂച്ചർ വാല്യൂ 0, ടൈപ്പ് 0 ആണ്. ഗസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്, നോട്ട് റിക്വയർഡ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റേറ്റ്. വിത്തിൻ ബ്രാക്കറ്റ് ആദ്യം NPER ഇവിടെ ഈ സെല്ലിൽ അടങ്ങിയിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ PMT 11,500 ആണ്, സെലക്ട് ചെയ്യണം. ദെൻ പ്രസൻറ്റ് വാല്യൂ കോമ ഫ്യൂച്ചർ വാല്യൂ കോമ ടൈപ്പ്. ഇത്രയും കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ 1.12 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മന്ത്ലി റേറ്റ് ആണ്. ഇതിനെ നമ്മൾ ഇയർലി റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എന്ത് ചെയ്താൽ മതി? ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വരുമ്പോൾ 13.48 ആണ് ഇതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും? റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ആണ് പരിചയപ്പെട്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ഒന്ന് അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ്. 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഇനിയും നമുക്ക് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.